3 നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ഇത് ആരംഭിച്ചത്. പിന്നീട് അയാളെപ്പറ്റി യാതൊരു വിവരവും ലഭിക്കുന്നില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് ജീപ്പിലും ട്രാക്ടറിലുമായി എത്തിയ ആയുധധാരികളായ വ്യക്തികൾ 1.5 വർഷത്തോളം ആ സ്കൂൾ കെട്ടിടത്തിൽ അങ്ങനെ തന്നെ കിടന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു മലയാളിയെ മരണത്തിൽ നിന്നും രക്ഷിക്കാനായി 34 കോടി രൂപ മോചനദ്രവ്യമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ സമാഹരിച്ചത്. മരണത്തിന് പകരം മോചനദ്രവ്യം കൊടുക്കുന്ന നിയമങ്ങൾ ലോകത്തുള്ള പല രാജ്യങ്ങളിലും നിലവിലുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇതുമായി സാമ്യമുള്ള ഒരു അലിഖിത വ്യവസ്ഥ നിലവിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും? അതെ, മോത്തണ എന്ന ചോരപ്പണ വ്യവസ്ഥയെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മൈ നെയിം ഈസ് രവിശങ്കർ. വെൽക്കം ടു ദ ഷോ മാസ്റ്റർ. രാജസ്ഥാനിലെ ചില സ്ഥലങ്ങളിലാണ് ഇന്നും ഈ സമ്പ്രദായം നിലവിലുള്ളത്. 3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ച ഈ വ്യവസ്ഥയുടെ പേരാണ് മോത്തണ. മോത്ത് എന്നാൽ മരണമെന്നും അണ എന്നാൽ പൈസ എന്നുമാണ് അർത്ഥം. ഈ 2 വാക്കുകൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് മോത്തണ എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. എന്താണ് മോത്തണ? ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ മരണത്തിന് കാരണക്കാരനായ വ്യക്തിയോ വ്യക്തികളോ മരണപ്പെട്ട ആളുടെ കുടുംബത്തിന് നൽകേണ്ട തുകയാണ് മോത്തണ. ഇത് അന്നത്തെ ആദിവാസി ഗോത്ര സമൂഹങ്ങളായ ഭീൽ ഗരസിയ എന്ന ഗോത്ര സമൂഹങ്ങൾക്കിടയിലാണ് ഇത് ആദ്യമായി നിലവിൽ വന്നതെന്ന് സംശയിക്കപ്പെടുന്നു. അക്കാലഘട്ടത്തിൽ വനമേഖലകളിൽ കഴിഞ്ഞിരുന്ന ഈ ഗോത്ര സമൂഹങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് പതിവായിരുന്നു. അങ്ങനെ ഇവർ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഇരുവിഭാഗങ്ങളിലുമുള്ള ആളുകൾ മരണപ്പെട്ടു. ഈ മരണപ്പെടുന്നവരുടെ കുടുംബം പിന്നീട് അനാഥമായി തീർന്നു. അവർക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെയായി. അങ്ങനെ ഇരുവിഭാഗങ്ങളുടെയും ഗോത്ര തലവന്മാർ സംയോജിച്ചുകൊണ്ട് എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് മോത്തണ എന്ന വ്യവസ്ഥ നിലവിൽ വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, 3 നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ഇത് ആരംഭിച്ചത്. അന്ന് പണമല്ലായിരുന്നു മരണത്തിന് പകരമായി നൽകിയിരുന്നത്. അന്ന് നൽകിയിരുന്നത് കന്നുകാലികളെയായിരുന്നു. അതിനുശേഷം വളരെ കാലത്തിന് ശേഷം ധാന്യങ്ങളും ആഭരണങ്ങളുമൊക്കെയായി മാറി. അതും കഴിഞ്ഞിട്ടാണ് പണം എന്നതിലേക്ക് എത്തുന്നത്. ഇപ്പോൾ പണവും വസ്തുവകകളുമാണ് മോത്തണയായി നൽകുന്നത്. ഇത് ഇന്ന് രാജസ്ഥാനിലെ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. അത് ദക്ഷിണ മേഖല ജില്ലകളായിട്ടുള്ള സിരോഹി, ഉദയ്പൂർ, ഡുംഗാർപൂർ, ബൻസ്വാര ജില്ലകളിലാണ് ഇന്നും ഇത് നിലനിൽക്കുന്നത്. എങ്ങനെയാണ് ഈ മോത്തണ വ്യവസ്ഥ നടക്കുന്നത്? ഒരാൾ മരണപ്പെട്ടാൽ മരണപ്പെട്ട ആളുടെ കുടുംബം ആ വ്യക്തിയുടെ മരണത്തിന് കാരണക്കാരനായ വ്യക്തിയോടോ മോത്തണ ആവശ്യപ്പെടും. ഈ മോത്തണ നൽകാൻ തയ്യാറായില്ല എങ്കിൽ മരണകാരണക്കാരനായ വ്യക്തിയുടെ വീടിനു മുന്നിൽ ഈ ശവശരീരം കൊണ്ടുവന്ന് വെക്കുകയും മോത്തണ നൽകാതെ ശവസംസ്കാരം നടത്തുകയില്ല എന്ന് അവരോട് പറയുകയും ചെയ്യും. മോത്തണ നൽകിക്കഴിഞ്ഞാൽ പിന്നീട് ശവസംസ്കാരം നടക്കുന്നതാണ്. എന്നാൽ എത്ര രൂപയാണ് ഈ മോത്തണയായി നൽകേണ്ടി വരിക? 5000 രൂപ മുതൽ 15 ലക്ഷം രൂപ വരെയാണ് ഇപ്പോൾ മോത്തണയായി നൽകേണ്ടി വരുന്നത്. പല സ്ഥലങ്ങളിലും പല രീതികളിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ ഇവർ ഈ തുക കൊടുക്കാൻ തയ്യാറായില്ലെങ്കിലോ? കാരണം ഒരുപക്ഷെ ഇവരുടെ പക്കൽ ഇത്രയധികം തുക ഉണ്ടായെന്ന് വരില്ല. ആ സമയത്ത് ഇവരുടെ കയ്യിലുള്ള ആഭരണങ്ങളോ വസ്തുവകകളോ ഇവർക്ക് നൽകേണ്ടതാണ്. ഇനി ഇതിനൊന്നും തയ്യാറാകാത്ത പക്ഷം മരണപ്പെട്ട ആളുടെ കുടുംബത്തിന് ആരാണോ ഇതിന് കാരണക്കാരനായ വ്യക്തി അവരുടെ കുടുംബത്തിനോ അയാൾക്കോ എതിരെ പ്രതികാരം ചെയ്യാവുന്നതാണ്. അതിന് ഛതോത്ര എന്നാണ് പറയുന്നത്. എന്നാൽ മോത്തണയായി നൽകുന്ന തുക പൂർണ്ണമായും കുടുംബത്തിന് തന്നെയാണോ കിട്ടുന്നത്? അല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1 ലക്ഷം രൂപയാണ് മോത്തണയായി ഒരു കുടുംബത്തിന് നൽകുന്നതെങ്കിൽ അതിൽ 25% മുതൽ 30% വരെ മാത്രമാണ് കുടുംബത്തിന് ലഭിക്കുന്നത്. അതിൽ 10% പഞ്ചായത്തിന് അല്ലെങ്കിൽ ഇതിന് ഇടനിലക്കാരനായി നിൽക്കുന്ന വ്യക്തിക്ക് ഉള്ളതാണ്. ബാക്കിയുള്ള 50% മുതൽ 60% വരെയുള്ള തുക മറ്റ് ബന്ധുക്കളെല്ലാം കൂടി വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് പൂർണ്ണമായും മോത്തണ ഒരു കുടുംബത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ നേരത്തെ പറഞ്ഞു, നൽകാൻ പണമില്ല എങ്കിൽ ആഭരണങ്ങളോ വസ്തുവകകളോ മോത്തണയായി നൽകി പ്രശ്നം പരിഹരിക്കേണ്ടതാണെന്ന്. എന്നാൽ ഇതിനൊന്നും തയ്യാറാകാത്ത ആളുകൾ
അങ്ങനെ പല വിഷയങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊന്നും തയ്യാറാകാത്ത ആളുകൾക്കെതിരെ പ്രതികാരം ചെയ്യാനായിട്ടുള്ള അധികാരം മരണപ്പെട്ട ആളുടെ കുടുംബത്തിനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തീവ്രത എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ച് നാളുകൾക്ക് മുൻപാണ് കോട്ര പ്രദേശത്തെ ലമാൾഡു ഗ്രാമത്തിൽ ഒരു സംഭവം ഉണ്ടായത്. അവിടെ ഒരു കർഷകൻ, അദ്ദേഹത്തിൻ്റെ പേര് രൂപ എന്നായിരുന്നു. രൂപയെ അയാളുടെ തന്നെ ബന്ധുക്കളായ തേജാറാമും പ്രകാശും ചേർന്ന് കൊലപ്പെടുത്തുകയുണ്ടായി. വസ്തുതർക്കമായിരുന്നു കാരണം. ഈ കൊലപാതകത്തിന് ശേഷം പോലീസ് അവരെ അറസ്റ്റ് ചെയ്തുവെങ്കിലും രൂപയുടെ ബന്ധുക്കൾ മോത്തണ ആവശ്യപ്പെട്ട് തേജാറാമിൻ്റെയും പ്രകാശിൻ്റെയും വീടുകളിൽ എത്തി. എന്നാൽ അവർ മോത്തണ നൽകാൻ തയ്യാറായില്ല. പിന്നീട് ഈ സംഭവത്തിന് ശേഷം ആ ഗ്രാമത്തിൽ അരങ്ങേറിയത് വളരെ വിചിത്രമായ സംഭവങ്ങളാണ്. പിറ്റേ ദിവസം തന്നെ ഇവരുടെ പ്രകാശിൻ്റെ ഒരു ബന്ധുവായ ഹൽദീബായി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി സമർപ്പിച്ചു. പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് ജീപ്പിലും ട്രാക്ടറിലുമായി എത്തിയ ആയുധധാരികളായ വ്യക്തികൾ ഞങ്ങളുടെ വീടുകൾ ആക്രമിക്കുകയും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ധനവും ആഭരണവും കന്നുകാലികളെയും വസ്ത്രങ്ങളും ഉൾപ്പെടെ എല്ലാം തന്നെ എടുത്തുകൊണ്ട് പോകുകയും ചെയ്തു എന്നാണ്. എന്തിനധികം പറയുന്നു, അവരുടെ പരാതിയിൽ പറയുന്നത് കതകും ജനലും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വരെ അവർ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ തേജാറാമിൻ്റെ ബന്ധുവായ സറൂജി ദേവി ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പരാതി സമർപ്പിക്കുകയും ചെയ്തു. അവരുടെ വീട്ടിലും നടന്നത് ഇതേ തരത്തിലുള്ള ഒരു മോഷണവും അതിക്രമവും ആയിരുന്നു. അതായത് ജീപ്പിലും ട്രാക്ടറിലുമായ വന്ന വ്യക്തികൾ ഇവരുടെ വീടുകൾ ആക്രമിക്കുകയും ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന ആഭരണങ്ങളും ധനവും വസ്ത്രങ്ങളും ധാന്യങ്ങളും കന്നുകാലികളെയും ഉൾപ്പെടെ എല്ലാം തന്നെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉടുത്തിരുന്ന വസ്ത്രങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ ഇവർക്ക് നഷ്ടപ്പെട്ടു. പിന്നീട് അവിടെ സംഭവിച്ചത്, ഈ കുടുംബങ്ങൾക്കെല്ലാം തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ഗ്രാമങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെയുള്ള നൂറുകണക്കിന് സംഭവങ്ങൾ അവിടെ ഈ നൂറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെ കഴിഞ്ഞ 3 നൂറ്റാണ്ടുകളായി സ്ഥിരമായി നടന്നു വരുന്നതാണ്. ഇതുമായി സാമ്യമുള്ള ഒരു സംഭവം 1995 ഉദയ്പൂർ ജില്ലയിൽ നടന്നിരുന്നു. അന്ന് ഇത് വളരെ വലിയൊരു വിഷയമായിരുന്നു. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, പ്രതികാരം ചെയ്യുന്നതിന് ഛതോത്ര എന്നാണ് പറയുന്നത്. ഈ ഛതോത്രയിലൂടെ 30 കുടുംബങ്ങൾക്കാണ് ആ ഗ്രാമം വിട്ട് മറ്റുള്ള ഗ്രാമങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത്. അന്ന് അത് സർക്കാരിലും പോലീസിലും തന്നെ ഒരുപാട് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പിന്നീട് 2015 ഈ കുടുംബങ്ങളെ, പല ഗ്രാമങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ട ഈ കുടുംബങ്ങൾ 2015 തിരിച്ച് ഉദയ്പൂർ ജില്ലയിലെ ആ ഗ്രാമത്തിൽ വന്ന് താമസിക്കുകയുണ്ടായി. അതൊക്കെ വലിയ കോലാഹലമുണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു. ഇന്ന് ഈ സമ്പ്രദായം കാരണം ഒരുപാട് നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. മിക്ക ആളുകളും ഈ വ്യവസ്ഥയെ തങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കുന്നു. പ്രതികാരം ചെയ്യാനായും പണം നേടാനായുമായാണ് മിക്ക ആളുകളും ഈ വ്യവസ്ഥയെ ഉപയോഗിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വിശദീകരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ തീവ്രത എന്തുമാത്രമുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. വളരെ വർഷങ്ങൾക്ക് മുൻപാണ് ഉദയ്പൂർ ജില്ലയിലെ കൗച്ച എന്ന ഗ്രാമത്തിൽ ലളിത എന്ന 20 വയസ്സുകാരി പെൺകുട്ടി പാമ്പുകടിയേറ്റു മരിച്ചു. എന്നാൽ പാമ്പ് കടിയേറ്റത് സമീപത്തുള്ള ഒരു കൃഷിയിടത്തിൽ നിന്നായതുകൊണ്ട് ഈ കൃഷിയിടത്തിൻ്റെ ഉടമ മൗത്തണ നൽകണം എന്നായിരുന്നു ബന്ധുക്കളുടെ ആവശ്യം. കാരണം ഇതിന് പൂർവ്വ വൈരാഗ്യവും കൂടി ഉണ്ട്. അതായത് ലളിതയുടെ കുടുംബത്തിന് ഈ കൃഷിയിടത്തിൻ്റെ ഉടമയുമായി പൂർവ്വ വൈരാഗ്യം ഉണ്ടായതിൻ്റെ പേരിലാണ് ഇവർ ഇദ്ദേഹത്തോട് മൗത്തണ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇയാളുടെ കയ്യിൽ അത്രയും പണം ഇല്ലാത്തതിൻ്റെ പേരിൽ ആ കൃഷിയിടം തന്നെ ബന്ധുക്കൾക്ക് എഴുതി നൽകേണ്ട ഒരവസ്ഥയാണ് പിന്നീട് ഇദ്ദേഹത്തിന് സംഭവിച്ചത്. അയാൾ പിന്നീട് ആ ഗ്രാമം വിട്ട് തന്നെ പലായനം ചെയ്യേണ്ടി വന്നു. ഇതുമായി സാമ്യമുള്ള ഒരു സംഭവം അടുത്ത ഒരു പ്രദേശത്ത് നടന്നിരുന്നു. അവിടെ കുന്ദൻ എന്ന പ്ലംബിംഗ് ഇലക്ട്രിക് ജോലികൾ ചെയ്യുന്ന ഒരു തൊഴിലാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ദിവസം ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുകയും അദ്ദേഹത്തെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ഇദ്ദേഹത്തെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. ഇദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ ഇദ്ദേഹത്തിന് ഒരു അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് ബന്ധുക്കളോട് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ശസ്ത്രക്രിയ നടത്തുകയും ആ ശസ്ത്രക്രിയക്കിടയിൽ ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. എന്നാൽ
ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണക്കാരനായത് ഡോക്ടറാണെന്നും ഡോക്ടർ മോത്തണ നൽകണമെന്നായിരുന്നു കുടുംബത്തിൻ്റെ ആവശ്യം. എന്നാൽ ഡോക്ടർ മോത്തണ നൽകാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ കുടുംബം കുന്ദൻ്റെ ശവശരീരം ആശുപത്രിയിൽ നിന്ന് എടുക്കാൻ തയ്യാറായില്ല. അവർ ആ ശവശരീരം ആശുപത്രിയുടെ മുന്നിൽ തന്നെ 2 ദിവസം വെക്കുകയാണ് ഉണ്ടായത്. മോത്തണ ഒരു ഗ്രാമം മറ്റൊരു ഗ്രാമത്തോട് ആവശ്യപ്പെട്ട അതിവിചിത്രമായ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. 2014 ഇത് നടക്കുന്നത്. അന്ന് 32 വയസ്സുള്ള ഭുലേന്ദ്ര എന്ന ചെറുപ്പക്കാരൻ തൻ്റെ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് സഹോദരിയെ കാണാനായി പോവുകയാണ്. എന്നാൽ പിന്നീട് അയാളെപ്പറ്റി യാതൊരു വിവരവും ലഭിക്കുന്നില്ല. 1.5 മാസത്തിന് ശേഷം സഹോദരിയുടെ ഗ്രാമത്തിനടുത്തുള്ള ഒരു കുന്നിൻ മുകളിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ശരീരാവശിഷ്ടങ്ങൾ ലഭിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കുടുംബം ആരോപിക്കുന്നത് സഹോദരിയുടെ ഗ്രാമത്തിലുള്ള ചില വ്യക്തികളാണ് ഇദ്ദേഹത്തെ കൊല നടത്തിയത് എന്നാണ്. അതുകൊണ്ട് തന്നെ അവര് ഈ കുടുംബത്തിന് മോത്തണ നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്നാൽ ഇതിൽ 2 ഗ്രാമങ്ങൾ ഉൾപ്പെട്ടതുകൊണ്ട് ഗ്രാമത്തലവന്മാർ ഇതിൽ ഒരു തീർപ്പ് കൽപ്പിക്കാനായിട്ട് മുന്നോട്ട് വരികയും എന്നാൽ ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് അടുത്തുള്ള ഒരു ആളൊഴിഞ്ഞ സ്കൂൾ കെട്ടിടത്തിലേക്ക് ഈ ഭുലേന്ദ്രയുടെ കുടുംബം ഭുലേന്ദ്രയുടെ ശരീരാവശിഷ്ടങ്ങൾ കൊണ്ടുപോവുകയും അവിടെ കെട്ടിത്തൂക്കിയിടുകയും ചെയ്തു. അത് ഏകദേശം ആ ശരീരാവശിഷ്ടങ്ങൾ 1.5 വർഷത്തോളം ആ സ്കൂൾ കെട്ടിടത്തിൽ അങ്ങനെ തന്നെ കിടന്നു എന്നുള്ളത് ഒരു വിചിത്രമായ സംഭവമായി ഇന്നും കാണുന്നു. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ 3 നൂറ്റാണ്ടുകൾക്കുള്ളിൽ ഈ പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ളത്. സർക്കാർ റിപ്പോർട്ട് പ്രകാരം തന്നെ 2013-നും 2018-നും ഇടയിൽ 82 സംഭവങ്ങളും 2018-നും 2023-നും ഇടയിൽ 306 സംഭവങ്ങളും 92 പോലീസ് കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാലാകാലങ്ങളായി മാറി വന്നുകൊണ്ടിരുന്ന സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ ഈ വ്യവസ്ഥയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇതിനെതിരെ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ പല ഭാഗത്തു നിന്നുള്ള വിയോജിപ്പും എതിർപ്പും കാരണം അത് നീണ്ടുപോയി. എന്നാൽ 2023-ൽ രാജസ്ഥാൻ നിയമസഭയിൽ മന്ത്രിയായിരുന്ന ശാന്തികുമാർ ധരിവാൾ രാജസ്ഥാൻ ഹോണർ ഓഫ് ഡെഡ് ബോഡി ബിൽ രാജസ്ഥാൻ നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. അത് പിന്നീട് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ആ നിയമപ്രകാരം ശവസംസ്കാരം നടത്താതിരിക്കുകയോ മോത്തണ ആവശ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. അതിനോടൊപ്പം തന്നെ ഈ ശവസംസ്കാരം നടത്താനായി ബന്ധുക്കൾ തയ്യാറാകാതെ ഇരുന്നാൽ അടുത്തുള്ള പ്രാദേശിക സർക്കാരിനോ സർക്കാർ സംവിധാനങ്ങൾക്കോ പോലീസിനോ അടുത്തുള്ള പൊതു ശ്മശാനത്തിൽ ഈ ശവസംസ്കാരം നടത്താവുന്നതാണ്. രാജസ്ഥാൻ ഓണർ ഓഫ് ഡെഡ് ബോഡി ബിൽ 2023 പറ്റിയുള്ള വിശദ വിവരങ്ങൾ അടങ്ങിയ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശദമായി അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ വായിച്ച് നോക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള അലിഖിത വ്യവസ്ഥകളും സമ്പ്രദായങ്ങളും നിയമങ്ങളെ പറ്റിയുള്ള ബോധമില്ലായ്മയുമാണ് നമ്മുടെ സമൂഹത്തെ ഒരു പരിധിവരെ പിന്നോട്ട് വലിക്കുന്നത്. ജനങ്ങൾ ബോധവാന്മാരാവുകയും നിയമങ്ങളെപ്പറ്റി അറിവുള്ളവരാകുകയും കാലാനുസൃതമായി നിയമങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് പങ്കിടാൻ ആഗ്രഹിക്കുന്നവരുമായി ഇത് ഷെയർ ചെയ്യുക. തീർച്ചയായും മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.